എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? അത് ഉത്തരം പറ. അത് വൾഗർ എന്ന് പറഞ്ഞാൽ അവർ ഇട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോ ഇത് വളരെ ഡീസന്റ്. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം അവൻ എന്നെ കവച്ചെടുക്കണം. എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമരുന്ന്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഞാൻ അത്രക്കാരൻ വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. എന്തോ എങ്ങനെ ഫ്ലാഷ് ബാക്ക്. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. നന്നായിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തി കുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? കുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂല. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഒരുമാതിരി ചെറ്റത്തരം പറയുന്നു. പിന്നെ എന്തോന്നാടാ ഇത്? ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട്. ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്, അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്താണോ. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ്, ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ല. അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നു. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി 1000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്. അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് ഈ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെ. ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം. അവിടെയുള്ള സകലമായ ആൾക്കാർക്ക്. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.